ഇപ്പോൾ കോഴിക്കോട് നിന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തുന്ന മാർച്ച് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി കോൺഗ്രസ് പ്രവർത്തകർ, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ, ഒപ്പം തന്നെ സംസ്ഥാന വ്യാപകമായി BJPയുടെ പ്രതിഷേധ മാർച്ചുകൾ അങ്ങനെ സംസ്ഥാനത്ത് അരങ്ങേറുകയാണ്. ഇതിപ്പോൾ കോഴിക്കോട് നിന്നുള്ള ദൃശ്യങ്ങളാണ്. അത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തുന്ന പ്രതിഷേധം. പ്രവർത്തകരെ പോലീസ് വാഹനത്തിലേക്ക് കയറ്റിയിരിക്കുന്നു. പക്ഷേ അവിടെ നിന്ന് പോലീസും പ്രതിഷേധക്കാരുമായുള്ള വാക്കുതർക്കത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. വലിയ തോതിൽ അവിടെ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ വലിയ രീതിയിലുള്ള തെരുവ് യുദ്ധം പോലെ ഈ പ്രതിഷേധങ്ങൾ ആ രീതിയിൽ പോകുന്ന ഒരവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ പലയിടങ്ങളിലും ഈ പ്രതിഷേധമുള്ള പലയിടങ്ങളിലും പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. പോലീസുകാർ ബലം പ്രയോഗിച്ച് തന്നെ ഇപ്പോൾ പ്രതിഷേധക്കാരെ പോലീസ് വാഹനത്തിലേക്ക് കയറ്റിയിരിക്കുന്നു. സമീർ C. മുഹമ്മദാണ് വിശദാംശങ്ങൾ നൽകാൻ നമുക്കൊപ്പമുള്ളത്. സമീർ, ഈ ബലപ്രയോഗത്തിലൂടെ അവരെ പോലീസ് വാഹനത്തിലേക്ക് കയറ്റാൻ ശ്രമിക്കുന്നു. ഈ പ്രകോപനത്തിന് കാരണം എന്താണ് പോലീസിന്? സ്മിത, ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ പ്രതിഷേധമാണ് പ്രതിപക്ഷ പാർട്ടികളും യുവജന സംഘടനകളും നടത്തുന്നത്. അതിന്റെ ഭാഗമായിക്കൊണ്ടാണ് കോഴിക്കോട് കളക്ടറേറ്റിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മാർച്ച് നടത്തിയത്. മാർച്ച് ബാരിക്കേഡ് ഉപയോഗിച്ച് പോലീസ് തടഞ്ഞു. പിന്നീട് അതുമായി ബന്ധപ്പെട്ടാണ് പോലീസുമായി ഉന്തം തള്ളും ഉണ്ടാവുകയും ചെയ്തു. മാത്രമല്ല അവിടെ നിന്ന് ഒരു ബാരിക്കേഡ് കെട്ടിൽ നിന്ന് അഴിച്ചെടുക്കുകയും അത് കൊണ്ടുവന്ന് പിന്നീട് റോഡിൽ ഇട്ടുകയും ചെയ്തു. ഇപ്പോൾ ആ റോഡിൽ ഇട്ടുകൊണ്ടുള്ള പ്രതിഷേധമാണ്. ആ ഭാഗത്താണ് ഇപ്പോൾ പോലീസും അതുപോലെ തന്നെ പ്രതിഷേധക്കാരും തമ്മിൽ വാക്കേറ്റവും അതുപോലെ കയ്യാങ്കളിയും ഉണ്ടാവുന്നത്. ഒരു സംഘർഷ വാക്കേറ്റവും അതുപോലെ കയ്യാങ്കളിയും ഉണ്ടാവുന്നത് ഒരു സംഘർഷ സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. ആ ബാരിക്കേഡ് ഉപയോഗിച്ചുകൊണ്ട് റോഡ് തടഞ്ഞതോടെ വയനാട് കോഴിക്കോട് ഒരു സാഹചര്യമുണ്ട്. പക്ഷേ പ്രതിഷേധം ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ ഈ പ്രതിഷേധക്കാരെ ഇവിടുന്ന് മാറ്റാനുള്ള ശ്രമത്തിലാണ് പോലീസ്. അവരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്. ഇപ്പോൾ ഈ ബാരിക്കേഡ് റോഡിലേക്ക് കൊണ്ടുവന്ന് വെച്ചതോടുകൂടിയാണ് വലിയ ഒരു ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നത്. ഇപ്പോൾ ആദ്യഘട്ടത്തിൽ ജലപീരങ്കി ഉപയോഗിച്ചു. പക്ഷേ പിന്നീടും പ്രതിഷേധക്കാർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കിയില്ല. പിന്നീടാണ് ഈ ബാരിക്കേഡ് നടുറോഡിലേക്ക് കൊണ്ടുവരികയും പിന്നീട് പ്രതിഷേധം ശക്തമാക്കുകയും ചെയ്തത്. അതിനൊടുവിലാണ് ഇപ്പോൾ പ്രതിഷേധക്കാരെ ഇവിടെ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമമായിട്ട് മുന്നോട്ട് പോകുന്നത്. പ്രതിഷേധം ശക്തമായി തന്നെ തുടരുകയാണ്. വയനാട് കോഴിക്കോട് റോഡിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആരോഗ്യമന്ത്രിക്കെതിരായ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടത്തുകയായിരുന്നു. ആ പ്രതിഷേധത്തിനിടെ ബാരിക്കേഡുകൾ വച്ച് തടയുന്നു പ്രതിഷേധക്കാർ ആ ബാരിക്കേഡുകൾ താഴെ ഇടുന്നു, റോഡിലേക്ക് ഇടുന്നു. അങ്ങനെ പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ വലിയ രീതിയിലുള്ളൊരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇപ്പോൾ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പ്രതിഷേധക്കാരെ ബലപ്രയോഗത്തിലൂടെ പോലീസ് വാഹനത്തിലേക്ക് കയറ്റുകയാണ്. പോലീസ് വാഹനത്തിലേക്ക് കയറ്റിയ പ്രതിഷേധക്കാരെ അതിലുള്ള വലിയൊരു രീതിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. സമീർ C. മുഹമ്മദ് ചേരുന്നുണ്ട്. സമീർ, ഇതിപ്പോൾ ഈ പ്രതിഷേധക്കാരെ കുറേ പേരെ പോലീസ് വാഹനത്തിലേക്ക് കയറ്റി, അതിനുശേഷം ഇപ്പോൾ മുദ്രാവാക്യം വിളിക്കുന്ന ദൃശ്യങ്ങളുണ്ട്. അവിടെ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ, അത് സ്ത്രീകൾ ഉൾപ്പെടുന്ന പ്രവർത്തകർ പോലീസുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ചെറിയ രീതിയിലുള്ള ഉന്തും തള്ളുമൊക്കെ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്താണ് വിവരങ്ങൾ? ഈ ഒരു അനുനയത്തിനുള്ള ശ്രമം അവിടെ നടക്കുന്നില്ലേ? സ്മിത, നിലവിൽ അനുനയ ശ്രമങ്ങൾക്കൊന്നും ഫലമില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ആദ്യം ജലപീരങ്കി ഉപയോഗിച്ചു, പിന്നീട് ബാരിക്കേഡിലേക്ക്, അതിനുശേഷവും ഈ പ്രവർത്തകരെല്ലാം തന്നെ തള്ളിക്കയറുന്നു. പിന്നീട് ബാരിക്കേഡുമായി നടുറോഡിലേക്ക് എത്തിക്കൊണ്ടുള്ള പ്രതിഷേധവുമായി അവർ മുന്നോട്ട് വന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് പിന്നീട് പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമമായി പോലീസ് മുന്നോട്ട് പോകുന്നത്. വനിതകളുണ്ട്, അതുപോലെ യുവാക്കളുണ്ട്, വിദ്യാർത്ഥി നേതാക്കളൊക്കെ ഇതിൻ്റെ ഭാഗമായിക്കൊണ്ടത്. അത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെയാണ്. മന്ത്രി വീണ ജോർജിൻ്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം ആരംഭിച്ചത്. 11 കൂടെ ആരംഭിച്ച പ്രതിഷേധമാണ് അതിപ്പോഴും തുടരുകയാണ്. അതിൽ ആദ്യഘട്ടത്തിലാണ് അവർ മാർച്ചുമായി കളക്ടറേറ്റിലേക്ക് എത്തുകയും അതിനുശേഷം കളക്ടറേറ്റിനകത്തേക്ക് കയറാനുള്ള ശ്രമത്തിലായിരുന്നു. ആ വേളയിലാണ് പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ചുകൊണ്ട് അവരെ തടഞ്ഞത്. അതിനുശേഷം പിന്നീട് ആ ബാരിക്കേഡിൽ നിന്ന് ഒരെണ്ണം അഴിച്ചെടുക്കുകയും അത് റോഡിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. അത് റോഡിലിട്ടതോടുകൂടിയാണ് വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്ക് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് വയനാട് റോഡിലാണ് ഈ ബാരിക്കേഡ് അവർ പ്രതിഷേധക്കാർ കൊണ്ടുവന്നിട്ടിരിക്കുന്നത്. അതിപ്പോഴും എടുത്തു മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. ആ ഒരു വേളയിലാണ് പ്രതിഷേധക്കാരെ ഇവിടുന്ന് അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമമായിക്കൊണ്ട് പോലീസ് മുന്നോട്ട് പോകുന്നത്. എന്നാൽ വാഹനം മുന്നോട്ട് എടുക്കാൻ, അതായത് ഈ പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത വാഹനം മുന്നോട്ടെടുക്കാൻ പ്രതിഷേധക്കാർ അനുവദിക്കുന്നില്ല. ആ വാഹനത്തിന് മുന്നിൽ നിന്നുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുകയാണ്. അവരെ
അറസ്റ്റ് ചെയ്തവരെ വിട്ടയക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടും അതുപോലെ തന്നെ ആ വാഹനത്തിന് മുകളിൽ ആ ബസ്സിന് മുകളിൽ കയറിക്കൊണ്ടുമാണ് ഇപ്പോൾ ഈ പ്രതിഷേധക്കാർ മുദ്രാവാക്യം വിളിക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ മുഴുവൻ പേരെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതും പോലീസിന് അപ്രാപ്യമായ ഒരു സാഹചര്യമുണ്ട്. ഏതായാലും പ്രതിഷേധം ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നു. പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമമായിട്ട് പോലീസ് മുന്നോട്ട് പോകുന്നുണ്ട്. സ്മിത. സമീർ സി മുഹമ്മദാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാന വ്യാപകമായ പ്രതിഷേധമാണ് ഇന്ന് പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടായത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി അത് പലയിടങ്ങളിലും അരങ്ങേറുന്നുണ്ട്. ഇന്നിപ്പോൾ BJP സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം നടത്തുന്നുണ്ട്. ആ പ്രതിഷേധത്തിലും പലയിടങ്ങളിലും ഒരു സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ കടക്കുന്നുണ്ട്. കോഴിക്കോട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ പ്രതിഷേധം, അതിൽ പ്രതിഷേധക്കാരെ പോലീസ് വാഹനത്തിലേക്ക് കയറ്റുന്നു. ബാരിക്കേഡ് ഉപയോഗിച്ച് പ്രതിഷേധക്കാർ റോഡിലേക്ക് ബാരിക്കേഡുകൾ കൊണ്ടുവരുന്നു. അതേ തുടർന്നാണ് വലിയ രീതിയിലുള്ളൊരു തർക്കം. ബാരിക്കേഡുകൾ തട്ടിവീഴ്ത്തുന്നു പ്രതിഷേധക്കാർ. പിന്നീട് പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ അത് വലിയ കയ്യാങ്കളിയിലേക്ക് പോകുന്നു. ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടാണ് പ്രതിഷേധം. സമീർ സി മുഹമ്മദ് തുടരുന്നുണ്ട്. സമീർ, ഈ ബാരിക്കേഡുകൾ മറിച്ചതിനെ തുടർന്നാണോ ഈ വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയത്? പിന്നീട് പ്രതിഷേധക്കാരെ പോലീസ് വാഹനത്തിലേക്ക് കയറ്റാൻ പോലീസ് ശ്രമിക്കുന്നത്? സ്മിത, ഇവർ മാർച്ച് ഒരു പ്രകടമായാണ് കലക്ട്രേറ്റിലേക്ക് ആദ്യം എത്തിയത്. ആ കലക്ട്രേറ്റിലേക്ക് കയറാനുള്ള ശ്രമത്തെ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തകർത്തു. അതിന് പിറകെയാണ് പിന്നീട് ശക്തമായ രീതിയിലുള്ള ഒരു ഉന്തും തള്ളിലേക്ക് നീങ്ങി. പിന്നീട് പോലീസ് ജലപീരങ്കി ഉപയോഗിക്കുകയും ചെയ്തു. അതിനൊടുവിലാണ് അതിൽ നിന്ന് ഒരു ബാരിക്കേഡ് ഈ പ്രതിഷേധക്കാർ അതിൽ നിന്ന് അഴിച്ചെടുക്കുകയും അത് പിന്നീട് റോഡിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. പിന്നീട് റോഡ് പൂർണ്ണമായും അടയുന്ന ഘട്ടമുണ്ടായി. റോഡ് ഇപ്പോഴും ഈ ഗതാഗതക്കുരുക്ക് രൂക്ഷമായി തുടരുകയാണ്. കോഴിക്കോട് വയനാട് പാതയിലാണ് ഇത്തരത്തിൽ ഈ ബാരിക്കേഡ് ഇട്ടിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വലിയ രീതിയിലുള്ള ഒരു ഗതാഗതക്കുരുക്ക് രൂക്ഷമായിരിക്കുന്നത്. പിന്നീട് ഇവരിൽ നിന്ന് ആളുകളെ മാറ്റാനുള്ള ശ്രമത്തിലായിരുന്നു പോലീസ്. പക്ഷേ അതിനെ കൂട്ടാക്കിയില്ല. പ്രതിഷേധം ശക്തമായി തന്നെ യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ആ ഒരു വേളയിലാണ് പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമമായി പോലീസ് മുന്നോട്ട് വന്നത്. ആ വേളയിൽ ഈ പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത വാഹനത്തിന് മുന്നിൽ നിന്നുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുകയും ആ വാഹനം ഇവിടുന്ന് കടത്തിവിടാതിരിക്കാനുള്ള ശ്രമം യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസും അതുപോലെ തന്നെ ഈ പ്രതിഷേധക്കാർ തമ്മിൽ ചില കയ്യാങ്കളിയൊക്കെ ഉണ്ടാവുന്നുണ്ട്. പ്രതിഷേധം ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇതിനിടയിൽ ഈ വാഹനം ഇവിടുന്ന് എടുക്കാനുള്ള ശ്രമത്തിലാണ്. പക്ഷേ ആ വാഹനത്തിന്റെ മുന്നിൽ കയറിക്കൊണ്ട് അതിന്റെ ഗ്ലാസിന്റെ ഭാഗത്തൊക്കെ കയറി നിന്നുകൊണ്ട് പ്രതിഷേധക്കാർ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ വാഹനം ഇവിടുന്ന് നീക്കാനുള്ള ശ്രമത്തെ അവർ ചെറുക്കുന്നുമുണ്ട്. ഇപ്പോൾ പോലീസ് ലാത്തിച്ചാർജ് നടത്താനുള്ള ഒരു ശ്രമം കൂടി ഉണ്ടാകുന്നു. പോലീസും അതുപോലെ തന്നെ ഈ പ്രതിഷേധക്കാർ തമ്മിലുള്ള വലിയ കയ്യാങ്കളിയിലേക്ക് നീങ്ങുന്നു. ഈ വേളയിലാണ് ഇപ്പോൾ ഒരു ആംബുലൻസ് കൂടി ഈ വഴി കടന്നു വരുന്നു. ഈ പ്രതിഷേധക്കാർക്കിടയിലൂടെ ആംബുലൻസ് പക്ഷേ കടന്നു പോകാൻ കഴിഞ്ഞു എന്നുള്ളത് ആശ്വാസം നൽകുന്നു. പോലീസും അതുപോലെ തന്നെ പ്രതിഷേധക്കാരും വളരെ വേഗത്തിൽ അതിനൊരു വഴിയൊരുക്കുകയും വളരെ വേഗത്തിൽ ആ ആംബുലൻസിന് ഇവിടുന്ന് കടന്നു പോകാൻ കഴിഞ്ഞിട്ടുമുണ്ട്. എന്നാൽ ഇപ്പോൾ ഈ യുവാക്കളെ അറസ്റ്റ് ചെയ്ത ഈ പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഈ വാഹനത്തെ ഈ ബസ്സിനെ ഇവിടുന്ന് കടത്തിവിടാൻ ഒരു വിധത്തിലും പ്രതിഷേധക്കാർ അനുവദിക്കുന്നില്ല. അതിന്റെ മുന്നിൽ നിന്നുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുകയാണ്. എന്നാൽ അവരെ മാറ്റാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ വലിയ ഉന്തും തള്ളും ഉണ്ടാകുന്നുണ്ട്. മാത്രമല്ല അവിടെ നേരത്തെ അഴിച്ചെടുത്തു കൊണ്ടുവന്ന ആ ഒരു ബാരിക്കേഡ് അതിപ്പോഴും നട റോട്ടിൽ തന്നെയാണ് ഉള്ളത്. ആ ഒരു വേളയിൽ അതുമായി ബന്ധപ്പെട്ട് അവിടെ വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്ക് രൂക്ഷമായി തന്നെ തുടരുന്നുണ്ട്. വലിയ പ്രതിഷേധം തന്നെയാണ് ഇപ്പോഴും ഉണ്ടാകുന്നത്. കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ ഇവിടേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ലാത്തിയുമായി തന്നെയാണ് എത്തുന്നത്. ഒരു വേളയിൽ ഇവർ മാറുന്നില്ല എങ്കിൽ ലാത്തി ചാർജിനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. സ്മിത. സമീർ സി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം വലിയ രീതിയിൽ വാക്കുതർക്കങ്ങൾ, ഉന്തും തള്ളും. പോലീസുകാരുമായി പ്രതിഷേധക്കാർ വലിയ രീതിയിലുള്ള വാക്കുതർക്കത്തിലേക്ക് പോകുന്നു. കോഴിക്കോട് വയനാട് റോഡിലാണ് ഈ പ്രതിഷേധം നടക്കുന്നത്. അവിടെയാണ് ഈ സംഘർഷാവസ്ഥയുള്ളത്.